നമുക്കൊക്കെ കുറെ ഫ്രണ്ട്സ് ഉണ്ടാവൂല്ലേ? ഇപ്പൊ നമ്മളെ പറ്റി നല്ല ടോപ്പാക്കി സംസാരിക്കുന്നവര് അവര് നമ്മുടെ നല്ല ഫ്രണ്ടാണെന്ന് വിചാരിക്കാൻ പാടുണ്ടോ? ശരിക്കും എന്താന്ന് വെച്ചാല് ചില ആൾക്കാർ നമ്മൾ എന്ത് കാര്യത്തിനും ഭയങ്കര ടോപ്പാക്കിയിട്ടായിരിക്കും സംസാരിക്കല്. അവര് ചിലപ്പോൾ നമ്മുടെ യഥാർത്ഥ ഫ്രണ്ട്സ് ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ. നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് അല്ലെങ്കിൽ അത് തിരുത്തി നമ്മൾ വിജയിച്ച് മുന്നേറണം എന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കും കറക്റ്റ് നല്ല ഫ്രണ്ട്സുകൾ എന്ന് പറയാൻ പറ്റുന്നത്. മറ്റൊരു നമ്മളെ വെറുതെ ടോപ്പിലേക്ക് ഇങ്ങനെ കയറ്റി വിടുക എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ പല പൊട്ടത്തരങ്ങളിൽ പോയി വീഴുകയും ചെയ്യും, പലതും സംഭവിക്കുകയും ചെയ്യും. അത് കണ്ട് ബാക്കിൽ നിന്ന് അവർ ചിരിക്കാൻ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് നല്ല ഫ്രണ്ട്സുകളായിരിക്കണം. നമ്മൾ കൂടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത്. ചില ഫ്രണ്ട്സുകളൊക്കെ കണ്ടിട്ടില്ലേ, അവരെങ്ങനെയാന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവർ ആ സമയത്ത് നമ്മളായിട്ട് ഭയങ്കരമായിട്ട് ചാറ്റിങ്ങും കോളിങ്ങും നമ്മളെ എപ്പോഴും വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. പക്ഷെ അവരാ ആവശ്യം കഴിഞ്ഞതിന്റെ വെച്ചാൽ പിന്നെ നമ്മളെ യാതൊരു മൈൻഡും ഉണ്ടാവില്ല. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് അവർക്ക് വേറെ എന്തൊരു ആവശ്യം വരുമ്പോൾ ഇതേപോലെ തന്നെ യാതൊരു മടിയും ഇല്ലാണ്ട് അവർ പിന്നെയും വന്നിട്ട് ഹായ് പറയും. അങ്ങനത്തെ കുറെ ഫ്രണ്ട്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഫ്രണ്ട്സിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്തും ശരിക്കും ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫുൾ ടൈം നമ്മുടെ ഫാമിലീസിന്റെ കൂടെ ഒന്നല്ല നിൽക്കുന്നത്. നമ്മൾ അധികം നമ്മുടെ വർക്കിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ഫ്രണ്ട്സ് നമ്മൾ കുറേ നമ്മുടെ ലൈഫിനെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ഫ്രണ്ട്സുകളൊക്കെ അവരായിട്ടുള്ള സംസാരങ്ങളും അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള നമ്മുടെ സമയം ചെലവഴിക്കുന്നത് അതൊക്കെ നമ്മുടെ മെമ്മറീസിലേക്ക് വേഗം കയറുകയും ചെയ്യും. അതുപോലെ തന്നെ അവര് നമ്മുടെ ജീവിതത്തിൽ നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അപ്പം ശരിക്കും നല്ലൊരു കൂട്ടുകെട്ട് ഉണ്ടാവുകയാണെങ്കിൽ ആ ആളെ ലൈഫ് അത്യാവശ്യം നല്ല ലെവലിൽ തന്നെ നല്ലതായിരിക്കും തോന്നുന്നത്. എന്ത് കാര്യങ്ങൾക്കും ഇപ്പൊ അവർക്ക് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും അവർക്ക് പെട്ടെന്ന് ആ ഫ്രണ്ട്സ് വരും. എന്തൊരു കാര്യത്തിനാണെങ്കിലും അല്ലെങ്കിൽ എന്തിനൊരു സൊല്യൂഷൻ പറഞ്ഞെടുക്കാൻ ആളുണ്ടാവും. എന്താണെങ്കിലും ഒരു നമ്മൾ ചെയ്യാൻ പോകുന്ന തെറ്റാണെങ്കിൽ അത് തെറ്റാണ്, നീ അത് ചെയ്യരുതെന്ന് പറയാൻ നമുക്കൊരാളുണ്ടാവും. അങ്ങനെ എല്ലാത്തിനും നമുക്കൊരാളുണ്ടാവണമെങ്കിൽ നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം ഉള്ളത്. വെറുതെ കണ്ടിട്ട് നമ്മളെ ടോപ്പിലാക്കി കയറ്റി വിടുന്ന ആൾക്കാരെ ഒന്ന് ഫ്രണ്ട്സ് ആക്കി എടുത്തിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ലൈഫിൽ എപ്പോഴും ഫ്രണ്ട്സിനെ തന്നെ എടുക്കുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ട് തന്നെ അത് ചെയ്തെടുക്കുക. പിന്നെ ആൾക്കാരെ മനസ്സിലാക്കാൻ നമ്മൾ മാക്സിമം പഠിക്കുക. എല്ലാ ആൾക്കാരും നമ്മുടെ സങ്കടങ്ങൾക്ക് കൂടെ നിൽക്കുന്നവരോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സങ്കടങ്ങൾ മനസ്സിലാക്കുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിൽ അവരും സന്തോഷിക്കുന്ന ആൾക്കാരോ അല്ല. വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ നമ്മുടെ നല്ലൊരു ഫ്രണ്ടായിട്ട് കൂടെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പം കാണുന്നതെല്ലാം കറക്റ്റ് അല്ല. കാണുന്നതെല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാരോ അല്ല. അപ്പം നമ്മൾ മാക്സിമം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരാളെ കണ്ട് പഠിച്ചിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. പക്ഷെ അനുഭവത്തിലൂടെയെങ്കിലും നമ്മൾ പഠിച്ചിട്ട് എന്താ മാറ്റി നിർത്തേണ്ട ആൾക്കാരെ മാറ്റി നിർത്തുക, കൂട്ടി നിർത്തേണ്ട അല്ലെങ്കിൽ ചേർത്ത് പിടിക്കേണ്ട ആൾക്കാരെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യുക.